സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നീ എളിയവനൊരു ദുർഗവും ദരിദ്രനവൻ്റെ കഷത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിലൊരു സ്വർണവും ഉഷ്ണത്തിലൊരു താണലും ആയിരിക്കുന്നു. യെശയ്യാവ് 25 വാക്യം. സങ്കേതം എന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ബൈബിളിലെ ഒരു പ്രധാന ആശയമാണ്. നീ എളിയവനൊരു ദുർഗവും ദരിദ്രനവൻ്റെ കഷത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിലൊരു സ്വർണവും ഉഷ്ണത്തിലൊരു തണലും എന്നാണ് യെശയ്യാവ് ദൈവത്തെപ്പറ്റി പറയുന്നത്. അതുപോലെ തന്നെ അഭയം എന്നത് ദൈവജനം ആയിത്തീരേണ്ടത് നൽകേണ്ടതുമാണ്. അത് ഇസ്രായേലിലെ സങ്കേതങ്ങളിലൂടെയോ ആവശ്യത്തിരിക്കുന്ന പല ദേശീയ ആദ്യം കാണിക്കുന്നതിലൂടെ ആകാം. മാനവിക പ്രതിസന്ധിയിലാകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇതേ തത്വങ്ങൾക്ക് നമ്മെ നയിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ പ്രതിസന്ധിയിലുള്ളവർക്ക് സുരക്ഷിതത്തിനായി നമ്മൾ സങ്കേതമായ ദൈവം നമ്മയും മറ്റുള്ള ജീവിതത്തെ ഉപയോഗിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പരാജയം സംഭവിക്കുമ്പോഴും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കാവുന്ന പ്രതീകമായി ഞാൻ ഈ കാര്യം ഓർക്കാറുണ്ട്. യെശയ്യാവ് 25 വാക്യം. നമ്മുടെ ദുർഗമായ ദൈവം സുരക്ഷിതത്വവും ഒരു നല്ല നാളെയും പ്രദാനം ചെയ്യും. നിങ്ങൾ ദൈവത്തിലോ ദൈവജനത്തിലൂടെയോ അഭയം കണ്ടെത്തിയ സന്ദർഭമുണ്ടോ? ഇന്ന് പ്രതിസന്ധി നേരിടുന്നവരെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് എന്ത് പങ്കാണുള്ളത്? പ്രാർത്ഥിക്കാം. അഭയമായ ദൈവമേ, ആവശ്യത്തിരിക്കുന്നവർക്ക് അഭയവും പ്രത്യാശകളുടെ തന്നെ സഹായിപ്പാൻ അങ്ങയുടെ പരിചയത്തിലാകാൻ തന്നെ ശക്തിപ്പെടുത്തണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.